360 സിനിമകൾക്ക് മുകളിൽ അഭിനയിച്ച ഒരു നടൻ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതൊരു അതിശയിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. മോഹൻലാൽ അങ്ങനെ എടുത്തു പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മോഹൻലാൽ ആടി അഭിനയിച്ച കഥാപാത്രങ്ങൾ നിരവധിയുമാണ്. ഞെട്ടിപ്പിക്കുന്ന പല കഥാപാത്രങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച നിരവധി ഗംഭീര കഥാപാത്രങ്ങൾ, നമ്മളെ ഞെട്ടിപ്പിച്ച മോഹൻലാൽ കഥാപാത്രങ്ങൾ. അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മോഹൻലാലിന്റെ ഉത്തരം? എന്നാൽ മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് സിനിമയാക്കാൻ സാധിച്ചില്ല എന്നതുകൂടി അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ ആരാധ്യ പുരുഷനായ ഓഷോയുമായി ബന്ധപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓഷോയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ മാസം ഞാൻ പൂനെയിൽ പോയത്. സത്യൻ അന്തിക്കാടിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിൽ അഭിനയിക്കാനായിരുന്നു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ യാത്ര. വടവൃക്ഷങ്ങളും പച്ചപ്പുകളും നിറഞ്ഞ പൂനെ നഗരം, വൃക്ഷാരാധന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ജനത, വീട്ടിലെ വൃക്ഷം വെട്ടാൻ പോലും പ്രത്യേക അനുമതി വേണം. മഴക്കാലത്ത് ഈ മരങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച മുൻപ് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ മരങ്ങൾ കുടയുന്ന തടിച്ച മഴത്തുള്ളികൾ കാറിന്റെ മുകളിൽ ശബ്ദത്തോടെ വീണുടയും. പക്ഷേ ഇത്തവണ പൂനെയിൽ കടുത്ത ചൂടായിരുന്നു. പൂനെ എനിക്ക് പ്രിയപ്പെട്ട നഗരമാകുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഓഷോ രജനീഷ് ജീവിച്ചതും ഒടുവിൽ ഭൂമിയിലെ സന്ദർശനം മതിയാക്കി തിരിച്ചുപോയതും ഈ നഗരത്തിൽ വെച്ചാണ്. ഈ നഗരത്തിലൂടെ പാഞ്ഞു പോകുന്ന കാറ്റിലെവിടെയൊക്കെയോ ഇപ്പോഴും ഓഷോയുടെ മൃദുവായ വാക്കുകളുടെ മർമ്മരമുണ്ട്. കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ഓഷോ കാലം ഓർക്കുന്ന പലരും ഈ നഗരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഒരു ദിവസം 3 മണിക്കൂർ ഞാൻ സത്യേട്ടനോട് കടം വാങ്ങി. എങ്ങോട്ടാണ് ഒരു മുങ്ങൽ? സത്യേട്ടൻ ചോദിച്ചു. ഓഷോ. ഞാൻ സത്യേട്ടന്റെ ചെവിയിൽ മന്ത്രിച്ചു. അങ്ങനെ ഓഷോ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മോഹൻലാൽ പോവുകയായിരുന്നു. അതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം എത്തിയത്. അതിനൊപ്പം മോഹൻലാൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. ഓഷോയായി അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറായി എന്ന കാര്യം. കാരണം ഇത്രമേൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീര കാര്യമാണ്. അപ്പോൾ മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മോഹൻലാൽ ഈ ഓഷോ കഥാപാത്രത്തെ പറഞ്ഞെന്നിരിക്കാം. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ഓഷോ കഥാപാത്രം മോഹൻലാലിലേക്ക് വന്ന കാര്യങ്ങൾ മോഹൻലാൽ പറയുകയായിരുന്നു. ലക്ഷൻ സുഖാമേലി എന്ന ഇറ്റാലിയൻ പൗരൻ ഒരു ദിവസം ഏതോ സിനിമയുടെ സെറ്റിൽ എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഓഷോയുടെ നേർശിഷ്യൻ ആയിരുന്നു. ഒറിഗോണിൽ ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഓഷോയെക്കുറിച്ച് ഒരു ഹോളിവുഡ് സിനിമ സംവിധാനം ചെയ്യാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുമായിട്ടായിരുന്നു അദ്ദേഹം എത്തിയത്. ഞാൻ ഓഷോ രജനീഷായി അഭിനയിക്കണമെന്ന് ലക്ഷൻ പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എവിടെയോ മുടങ്ങിയ ഒരു യാത്ര ഏതൊക്കെയോ വഴികളിലൂടെ എങ്ങോട്ടൊക്കെയോ തുടരുന്നു. സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. മേക്കപ്പ് ടെസ്റ്റും ഓഡിഷൻ ടെസ്റ്റും കഴിഞ്ഞു. ഇംഗ്ലീഷ് വാക്കുകൾ ഓഷോ ഉച്ചരിക്കുന്ന രീതി ശ്രദ്ധിച്ചു പഠിച്ചു. അദ്ദേഹത്തിന്റെ കൈവിരലുകളുടെ സവിശേഷമായ ചലനങ്ങൾ പരിശീലിച്ചു. പക്ഷേ ആ സിനിമ നടന്നില്ല. ജീവിതം പോലെ തന്നെയാണ് സിനിമ, അതിനൊരു ജാതകമുണ്ട്. ലക്ഷൻ ഇന്ത്യ വിട്ടുപോയി. പോകുമ്പോൾ അദ്ദേഹം എനിക്ക് അസാധാരണമായ ഒരു സമ്മാനം തന്നു. ഓഷോ ഉപയോഗിച്ചിരുന്ന ഒരു രോമത്തൊപ്പി. അദ്ദേഹത്തിന് ഓഷോ നൽകിയതായിരുന്നു അത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ലക്ഷൻ മരിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അദ്ദേഹം വിട പറയുന്ന ദൃശ്യം വേദനയോടെ ഞാൻ കണ്ടു. ഒരു ശ്വാസത്തിന്റെ നൂലിഴയിൽ തൂങ്ങിയാടുന്ന മനുഷ്യജീവിതം. ആ രോമത്തൊപ്പിയിൽ തൊടുമ്പോൾ ഓഷോയെ തൊടുന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഇതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. അപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ മോഹൻലാൽ ഈ സിനിമയുടെ പേരും കഥാപാത്രവും തന്നെ പറഞ്ഞേക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. 4 പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് സജീവമാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ബഹുമതിയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇപ്പോൾ തനിക്ക് ഏറെ ഇഷ്ടം തോന്നിയ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ. ഇഷ്ടം തോന്നിയ കഥാപാത്രം മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയാണെന്ന്. വളരെ വിചിത്രമായ ഒരാളായിരുന്നു ഡോക്ടർ സണ്ണി എന്നും മോഹൻലാൽ പറയുകയുണ്ടായി. കിരീടത്തിലെ സേതുമാധവനും പ്രിയപ്പെട്ട കഥാപാത്രമാണെന്നും അതുപോലെയുള്ള കഥാപാത്രങ്ങളെ പിന്നീടും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് കൂടി ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളോട് നമുക്കും പ്രത്യേക ഇഷ്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും വരാനിരിക്കുന്ന കഥാപാത്രമാണ് തനിക്ക് പ്രിയപ്പെട്ടതെന്നും വെല്ലുവിളി ഉയരുന്ന പല കഥാപാത്രങ്ങളെയും കുറിച്ച് പലരും പറയുന്നുണ്ടെന്നും മോഹൻലാൽ പറയുന്നു. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകാറുണ്ടെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. ദൃശ്യം, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ള വേറെയും കുറേയുണ്ട്. പക്ഷേ ഇനിയും വരാനിരിക്കുന്ന കഥാപാത്രം ആണ് പ്രിയപ്പെട്ട കഥാപാത്രം എന്ന് മോഹൻലാൽ പറയുമ്പോൾ ഓഷോ എന്ന സിനിമ ഇനിയും സംഭവിച്ചുകൂടായികയില്ല. അങ്ങനെ ഒരു ഭാഗ്യം മോഹൻലാലിനും ഉണ്ടാകട്ടെ.